نحمده ونصلي على رسول الكريم أما بعد السلام عليكم ورحمة الله وبركاته. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് യാത്രക്കാരുടെ നിസ്കാരത്തെ കുറിച്ചാണ്. യാത്രയിൽ മനുഷ്യന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ശരീഅത്ത് അതിൽ പല ഇളവുകളും നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഇളവാണ് ഖസർ. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ യാത്ര ചെയ്യൂ, യാത്ര ചെയ്യുന്നതിനിടയിൽ നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ കുറ്റമില്ല. ഒരാൾ ഏകദേശം 48 മൈൽ, അതായത് ഏകദേശം 81 കിലോമീറ്റർ ഹലാലായ ഉദ്ദേശത്തോടു കൂടി യാത്ര തുടങ്ങിയാൽ അദ്ദേഹം ശരീഅത്തിന്റെ വീക്ഷണത്തിൽ ഒരു യാത്രക്കാരൻ തന്നെയാണ്. ഇനി അദ്ദേഹം മണിക്കൂറുകൾ കൊണ്ടോ മിനിറ്റുകൾ കൊണ്ടോ എത്തിയാലും ശരി, അദ്ദേഹം യാത്രക്കാരൻ തന്നെയാണ്. ഇനി ഖസർ ചെയ്യുന്നതിന്റെ പേര് 4 റക്അത്തായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെ 4 റക്അത്തായി നിസ്കരിക്കാതെ അതിനെ ചുരുക്കി 2 റക്അത്തായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെ ഖസർ എന്ന് പറയുന്നു. യാത്രക്കാർ ഖസർ ചെയ്യാനും പരിപൂർണമായി നിസ്കരിക്കാനും അനുവദനീയമാണ്. വേണമെങ്കിൽ ഖസർ ചെയ്യാം, വേണമെങ്കിൽ പരിപൂർണമായി നിസ്കരിക്കാം. എന്നാലും ഖസർ ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. ഏതൊക്കെ നിസ്കാരങ്ങളാണ് നാം ഖസർ ചെയ്യേണ്ടത്? ളുഹ, അസർ, ഇഷ എന്നീ നമസ്കാരങ്ങളാണ് നാം ഖസർ ചെയ്യേണ്ടത്. ഇനി സുബഹി, മഗ്രിബ്, മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്നീ നമസ്കാരങ്ങളിലൊന്നും നാം ഖസർ ചെയ്യാൻ അനുവദനീയമല്ല. ഈ സുന്നത്ത് നിസ്കാരത്തെ കാര്യമെടുത്താൽ നാട്ടിൽ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നിസ്കരിച്ചാൽ മതി. ഖസർ അനുവദനീയമായ യാത്രകളിൽ ജംഉം അനുവദനീയമാണ്. അതായത് ളുഹറും അസറും 2-1 സമയത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക, മഗ്രിബും ഇശായും 2-1 സമയത്ത് നിർവഹിക്കുക. ഇനി ജംഇന് 2 വിഭാഗമാണ് ഉള്ളത്. ഒന്ന് ജംഉ തഖദീം, 2 ജംഉ തഅഖീർ. എന്താണ് ജംഉ തഖദീം? അതായത് ളുഹറും അസറും ളുഹറിന്റെ സമയത്ത് നിർവഹിക്കുക, മഗ്രിബും ഇശായും മഗ്രിബിന്റെ സമയത്ത് നിർവഹിക്കുക. ഇതിൽ ജംഉ തഖദീം എന്ന് പറയുന്നു. ഇനി എന്താണ് ജംഉ തഅഖീർ? അതായത് ളുഹറും അസറും അസറിന്റെ സമയത്തും മഗ്രിബും ഇശായും ഇശായിന്റെ സമയത്തും നിർവഹിക്കുക. ഇതിൽ ജംഉ തഅഖീർ എന്ന് പറയുന്നു. ജംഉ തഖദീമിന് 3 ഷർത്തുകളാണ് ഉള്ളത്. ഒന്ന്, ആദ്യ നിസ്കാരം ആദ്യം, അടുത്ത നിസ്കാരം അടുത്തത് എന്നീ ക്രമത്തിലായിരിക്കണം നാം നിസ്കരിക്കേണ്ടത്. ആദ്യ നിസ്കാരം കഴിയുന്നതിന് മുൻപ് തന്നെ നാം മനസ്സിൽ ജംഇനെ കരുതുക. 3, 2 നിസ്കാരങ്ങൾക്കിടയിലും നാം ദീർഘിടവേള പാടുള്ളതല്ല. ഇനി ജംഉ തഅഖീറിന് 2 ഷർത്തുകളാണുള്ളത്. ഒന്ന്, ആദ്യ നിസ്കാരത്തിൽ തന്നെ മനസ്സിൽ ജംഇനെ കരുതുക. 2 നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോഴും നാം യാത്രയിലായിരിക്കണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. യാത്രക്കാർക്ക് എപ്പോൾ മുതലാണ് ഖസർ ചെയ്ത് തുടങ്ങാവുന്നത്? തന്നെ നാടിന്റെ അതിർത്തി വിട്ട് എന്ന് ഉറപ്പായാൽ ആ നിമിഷം മുതൽ ഖസർ ചെയ്യാവുന്നതാണ്. നാട്ടിൽ ഖളായി പോയി നമസ്കാരം യാത്രയിൽ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? നാട്ടിൽ ഖളായ നിസ്കാരങ്ങൾ യാത്രയിൽ ഖസർ ചെയ്യാൻ അനുവദനീയമല്ല. പകരം അത് ചുരുക്കി അത് പരിപൂർണമായി തന്നെ ഖളാ ആക്കേണ്ടതാണ്. നാലിൽ കൂടുതൽ ദിവസം ഒരാൾ ഒരു സ്ഥലത്ത് തന്നെ താമസിച്ചാൽ അദ്ദേഹത്തിന് ഖസർ ചെയ്യാൻ അനുവദനീയമില്ല. അതിനെ പരിപൂർണമായി നിസ്കരിക്കണം. ഇനി 1, 2, 3 ദിവസങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് ഖസർ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Excellent presentation. Really a great performance, Ahin. നമുക്ക് ഏവർക്കും പ്രായോഗിക ജീവിതത്തിൽ ഏറെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വളരെ ലളിതമായി അഹിൻ പറഞ്ഞു തന്നു. May Allah accept this effort and reward you abundantly.